നമസ്കാരം. വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. കൊൽക്കത്തയിലെ PG ഡോക്ടറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രതിഷേധ സമരങ്ങൾ 11 ദിവസം പിന്നിടുകയാണ്. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ ഡോക്ടർമാർ പ്രതിഷേധം തുടരുകയാണ്. ഇതിനോടകം തന്നെ സർക്കാർ വിമർശനം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ പരാമർശത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞുവല്ലോ. ഈ സാഹചര്യങ്ങൾ ഇങ്ങനെ നിലനിൽക്കുകയാണ് ആശുപത്രിയുടെ സുരക്ഷാ ചുമതല CISF ഏറ്റെടുക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ വിഷയത്തില് വളരെ ശക്തമായ അന്വേഷണം ആവശ്യമാണ് എന്നുള്ളതാണ് മുന്നിലേക്ക് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യം. തീർച്ചയായിട്ടും കൊൽക്കത്തയിലെ ഈ ദുരന്തം ഉണ്ടായ ഹോസ്പിറ്റലിൽ മതിയായ സുരക്ഷ ഉണ്ടാകണം എന്ന് പറയുമ്പോൾ തന്നെ മറ്റിടങ്ങളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക കൂടെ വേണം. അതിനുള്ള മുൻകരുതലുകൾ എല്ലാ ഹോസ്പിറ്റലുകളിലും ഉണ്ടാകണം. അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആരോഗ്യ മന്ത്രാലയം ഈ വിഷയത്തിൽ വളരെ ശക്തമായി നടപടികൾ എടുക്കുകയും ചെയ്യണം. കുറ്റക്കാരായിട്ടുള്ളവർ അതിന് അർഹമായിട്ടുള്ള ശിക്ഷയ്ക്ക് അവർ യോഗ്യരാണ്. ഇത്തരത്തിലുള്ള ആക്രമണങ്ങളോ പ്രശ്നങ്ങളോ ഇനി ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ RG-കാർ ആശുപത്രിയുടെ സുരക്ഷാ ചുമതല CISF ഏറ്റെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് നടക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് ജൂനിയർ ഡോക്ടർമാരുടെ സമരം കൊൽക്കത്തയിൽ തുടരുന്നുണ്ട്. നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ പല വിഷയങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട് തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വിഷയങ്ങൾക്കെതിരെ അവിടുത്തെ ഗവർണർ കൂടിയായ മലയാളി ഗവർണർ ഡോക്ടർ CV ആനന്ദബോസ് തന്റെ നടുക്കം ആ വിഷയത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല കൊല്ലപ്പെട്ട PG വിദ്യാർത്ഥിയുടെ വീട്ടിൽ കടന്നു പോവുകയും അദ്ദേഹം അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തതായിട്ടും വാർത്തകൾ വരുന്നുണ്ട്. ഏതായാലും മമതാ ഗവൺമെന്റിന് ഒരു വലിയ ക്ഷീണമായി, പ്രതിച്ഛായയ്ക്ക് ഒരു വലിയ അഴിയേറ്റതുപോലെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതിൽ നിന്ന് കരകയറാൻ അവർ വളരെ പാടുപെടുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം സ്ത്രീ സുരക്ഷയെ മുൻനിർത്തിയൊക്കെയാണ് അവർ വോട്ട് ചോദിച്ചതും അധികാരത്തിലേക്ക് വന്നുവെന്നും ആണ് പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന വിഷയം. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ എങ്ങനെയാണ് ഈ ഗവൺമെന്റ് കീഴിൽ സുരക്ഷിതരായിരിക്കുന്നതെന്നുള്ള ആശങ്ക കൂടെ ജനങ്ങൾക്കുണ്ട്. ഇത്തരത്തിലുള്ള ആശങ്കകൾ വരുമ്പോൾ അത് കൃത്യമായി പരിഹരിക്കുക എന്നുള്ളത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ തന്നെ സർക്കാരിന് ഇപ്പം നിലവിൽ നഷ്ടപ്പെട്ടിരിക്കുന്ന പ്രതിച്ഛായ വീണ്ടെടുക്കുവാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ അതെല്ലാം അടിയന്തരമായിട്ട് ചെയ്യുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങളുടെ നടുവിൽ ആ വിശ്വാസ്യത വീണ്ടെടുക്കുവാനായിട്ട് സാധിക്കും. അത് തീർച്ചയായിട്ടും അവിടെയുള്ള സർക്കാരിന് അത് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. സമരങ്ങൾ നടത്തുന്നവരൊക്കെ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആവശ്യങ്ങൾ കാണുകയും എത്രയും വേഗം അതിനുള്ള പരിഹാരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് നമുക്ക് ആശിക്കാം. ഏതായാലും ഈ ദിവസങ്ങളിൽ നമുക്ക് ഈ വിഷയങ്ങളെ നോക്കിക്കാണാം. പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും വാർത്തയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.